നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സ്നേഹബന്ധമോ റിലേഷൻഷിപ്പോ ഫ്രണ്ടോ എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അങ്ങനെ എന്തു തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളെ ചിന്തിച്ചിട്ട് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഡയറക്റ്റാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്, പിന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്ന ആ സമയത്ത് ഈ പറയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തിയായിട്ട് ഓക്കെ ആവുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. എന്നാലാണ് നമുക്കതറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മാത്രമല്ല, നിങ്ങൾ അത്തരം ഒരു ഗൈഡൻസ് എടുക്കാൻ പോകുമ്പോൾ ആരുടെ വീഡിയോസ് ആണോ നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആവുന്നത് അവിടെ പോയിട്ട് ഒരു ഗൈഡൻസ് എടുത്തിട്ട് അതിൽ പറയുന്നത് എന്താണോ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, അവർ പോസിറ്റീവ് മാത്രമാണ് പറയുന്നതെങ്കിൽ നെഗറ്റീവ് ഇല്ലേ എന്ന് ചോദിച്ചിട്ട് അതെന്താണെന്ന് അറിഞ്ഞ് നമ്മൾ തിരിച്ചറിഞ്ഞ് പോകണം. അവിടെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിംഗ് ചെയ്യുന്നുണ്ട്, നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും. കാരണം ഞാൻ നിങ്ങളുടെ ഇമോഷനുകളെ വിചാരിച്ചിട്ട് കാര്യം പറയാതിരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കല്ലെങ്കിൽ കൂടുതൽ റീഡിങ് വരും, കൂടുതൽ വ്യൂസ് വരും, അങ്ങനത്തെ ഒരു ചിന്തയും എനിക്കില്ല, ഈ ചാനലിനുമില്ല. താല്പര്യമുള്ളവരും മാത്രം കണ്ടാൽ മതി. താല്പര്യമില്ലെങ്കിൽ ഇത് എന്താ പറയുക, സ്കിപ്പ് അടിക്കാം. ഇപ്പം നമുക്ക് 2-3 ദിവസം മുമ്പ് എനിക്ക് പേഴ്സണലി ഒരാളെ മെസ്സേജ് അയച്ചിരുന്നു, ഭയങ്കര ഹാർഡായിട്ട് സംസാരിക്കുന്നു എന്ന്. കാരണം എനിക്കതിന് പറയാനുള്ളത് എൻ്റെ ടോൺ ഇങ്ങനെയാണ്, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാകാം. നമ്മൾ സാധാരണ പറയുന്ന പോലെ എനിക്ക് ആരോടൊരു ദേഷ്യമൊന്നുമില്ല. പിന്നെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാത്ത കൂട്ടായതുകൊണ്ട് നമുക്ക് നമ്മുടെ സംസാര രീതിയിൽ അങ്ങനെ ഉണ്ടാവാം, അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ ഈ ഏകദേശം ഒരു 12 കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ടോപ്പിക്കിലാണ്. അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നൊരു ടോപ്പിക്കിലാണ്. അപ്പം നമുക്കതിൻ്റെ ഒരു റീഡിങ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ അതിനിടയ്ക്ക് പറഞ്ഞു വന്ന് നമ്മൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിൽ അതിനാണെന്ന് പറയാം. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും. സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം, താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. രണ്ടാമത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റോസ് കോഡ്സ്, ഇതേപോലെ ടംബിൾ സ്റ്റോൺസും ബ്രേസ്ലെറ്റുകളും അവൈലബിൾ ആണ്. അത് പലതരം കാര്യങ്ങൾക്ക് ഉള്ളത്. എന്താ പറയുക, ബ്രേക്കപ്പ് മാറി സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ട്, പ്രണയം ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ബ്രേക്കപ്പ് മാറി ഞാൻ പറഞ്ഞത് ലവ് മാഗ്നറ്റാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ അത് ഇട്ടതുകൊണ്ട് അത് മാറുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു വിശ്വാസമാണ്. വിശ്വാസമുള്ളവർ മാത്രമാണ് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. വണ്ണം കുറയ്ക്കാം, വണ്ണം കൂട്ടാം, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, ബ്ലാക്ക് മാജിക് ഇല്ലാതാക്കാൻ വേണ്ടി, പണം വന്നു ചേരാൻ വേണ്ടി, അങ്ങനെ പലതരം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം ഞാനൊന്ന് ലൈറ്റായിട്ടൊന്നും പറയുന്നുണ്ട്, പിന്നെ എൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സമയം ഉണ്ടെങ്കിൽ മാത്രം മുഴുവനായിട്ട് കേൾക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മളൊരു ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഞാൻ വെച്ചപ്പോൾ ഈ കാർഡ് ഷഫിൾ ചെയ്തപ്പോൾ എൻ്റെ മൈൻഡിലോട്ട് വന്നത്, അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നൊരു ടോപ്പിക്കാണ് വെച്ചതെങ്കിലും ഈ ഒരു ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ, കാരണം ഈ റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഉണ്ടോ, എന്തായിരിക്കും അവർ അടുത്തായിട്ടൊരു സ്റ്റെപ്പ് എടുക്കുന്നത്, എന്താണ് അടുത്ത് ഞാൻ ചെയ്യേണ്ടത്, ഒരു കറന്റ് ഫീലിംഗ് എന്താണ്, അതേപോലെ തന്നെ എന്തിനാണ് ഈ ഒരു ബന്ധം എന്നിലേക്ക് വന്നത്, ഞാൻ ഇനി എന്ത് തീരുമാനം എടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്തത്. അപ്പം അതിൽ കിട്ടിയ കാർഡിൻ്റെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോയെന്ന്. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണെങ്കിൽ അവരുടെ ഒരു കറന്റ് ഫീലിംഗ് കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉവ്വാന്നാണ് അർത്ഥം. അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്, അവർ നിങ്ങളെ തീവ്രമായിട്ട് ഓർക്കുന്നുണ്ട്. ഫസ്റ്റ് കാർഡ് തന്നെ വന്നത് നമുക്ക് 2 ഓഫ് കപ്പ് ആണ് വന്നത്. അത് പറയുന്നത് നിങ്ങളായിട്ട് അവർക്ക് ഇപ്പോഴും ഒരു ആഴത്തിലുള്ളൊരു ആത്മബന്ധം ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ആ കാർഡ്. പിന്നെ കൂടെയുള്ള എംബററും ഈ പറഞ്ഞ പോലെ തന്നെ 4 ഓഫ് സോർഡ്സ് റിവേഴ്സൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ അവർ വളരെ കഠിനമായിട്ടായിരിക്കാം പെരുമാറുന്നത്. അവർക്കിപ്പോൾ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയാം. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ ഈഗോ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളോ അത്തരം കാരണങ്ങളാൽ അവർ തടയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം നിങ്ങൾ ആ മനസ്സിൽ ചിന്തിച്ച വ്യക്തി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെന്ന് മാത്രം നോക്കുക. ഒരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല, സാഹചര്യങ്ങളായിട്ട് ചേർന്ന് പോകുന്നുണ്ടാകാം. ഇതിലെ പോസിറ്റീവിനെ മാത്രം എടുക്കുക. നിങ്ങൾ വേറൊരു റീഡിംഗ് എടുക്കുന്നില്ലെങ്കിൽ ഇതിലെ പോസിറ്റീവിനെ മാത്രം എടുക്കുക. നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ മാറ്റുക, അത്ര മാത്രമേ ചെയ്താൽ മതി. ഓക്കെ. ഇത് പറയുന്ന നെഗറ്റീവ് കേട്ടിട്ട് അതിനെ ഫോഴ്സ് ചെയ്ത് ആ നെഗറ്റീവിനെ നിങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ.
ത്രീ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, സൺ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഫോർ ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു സാന്നിധ്യം പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ ഇതിന് പുറമെ നിങ്ങളും ആ വ്യക്തിയും പുറമെ മറ്റൊരാൾ കൂടി, ചിലപ്പോൾ അവരുടെ ഭാര്യ ആവാം, ഭർത്താവാം, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരാകാം, ഈ ഒരു സാഹചര്യത്തിൽ ഇടപെടുന്നുണ്ടാകാം. കാരണം ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർക്ക് മറ്റൊരു ജീവിതം കൂടി നിങ്ങളായിട്ടുള്ള ഈ ബന്ധത്തിനിടയ്ക്ക് ബാലൻസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങളുണ്ട്. ആ തേർഡ് പാർട്ടിയായിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു തൃപ്തി ഇല്ലെങ്കിലും അവരിൽ നിന്ന് പെട്ടെന്ന് മാറാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. ഓക്കെ, ഭാര്യയാവാം, ഭർത്താവാം, വീട്ടുകാരാവാം, ആരും ആവാം, നിങ്ങളുടെ സാഹചര്യങ്ങൾ വെച്ച് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങളെ ചിന്തിച്ച വ്യക്തി അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന ഒരു ആക്ഷൻ, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ലൈനിൽ ഇതേപോലെ തന്നെ ടവർ കാർഡ്, അത് വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലോ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ചിലപ്പോൾ അവർ ഇതുവരെ മൂടി വെച്ചിരുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരാം. ഈ മൂൺ കാർഡൊക്കെ സൂചിപ്പിക്കുന്നത് അവരൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് എന്നാണ്. കാരണം അവർക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഈ ഒരു സമയം സാധിക്കുന്നില്ല. ഈ ഹാങ്ഡ് മാൻ കാണിക്കുമ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ ആകെപ്പാടെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. പുതിയൊരു കാഴ്ചപ്പാടി കൂടെ മാത്രമാണ് അവർക്ക് അടുത്തൊരു നീക്കം നടത്താൻ കഴിയൂ എന്നാണ് കാർഡുകൾ വിശദമായിട്ട് നമുക്ക് പറയുന്നത്. അപ്പം അതാണ് അവരെ അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന ഒരു സ്റ്റെപ്പ്. ഈ ഒരു ബന്ധത്തിന് ഭാവിയുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ ഇത്തിരി ടഫാണ്, ഇത്തിരി വെല്ലുവിളിയാണ് എന്ന് തന്നെ പറയാം. ടവർ കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്പ് റിവേഴ്സാണ് വന്നത്. ഇത് പറയുന്നത് വലിയൊരു തകർച്ചയായിരിക്കാം, അല്ലെങ്കിൽ വീണ്ടും ഒരു അഴിച്ചുപണി. അത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ഭാവി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഭാവി സാധ്യമാകൂ എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ വൈകാരികമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷേ ഭൗതികമായിട്ട് ഈ ഒരു ബന്ധം ഒരു കുടുംബമായിട്ട് മാറാൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബന്ധം എന്തിനാണ് നിങ്ങളിലേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം കേട്ടോ. കാരണം ഇതൊരു ടവർ കാർഡും ഹാങ്ങഡ് മാനൊക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ചില വലിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു വ്യക്തി വന്നിട്ടുള്ളത്. കാരണം നിങ്ങളെ തന്നെ സ്നേഹിക്കാനും ഈ പ്രതിസന്ധികളിൽ തളരാതിരിക്കാനും അല്ലെങ്കിൽ ലൗകികമായ നേട്ടങ്ങൾക്കപ്പുറം നമ്മളെന്താ പറയുക ആത്മീയമായിട്ടുള്ളൊരു വളർച്ച കൈവരിക്കാൻ എന്ന് പറയില്ലേ, അതിന് സജ്ജമാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ നല്ല രീതിയിലൊന്ന് വിലയിരുത്തിയാൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി വന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചതിന് ശേഷം നിങ്ങളുണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ നോക്കുന്നത് ചെക്ക് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കാം. നിങ്ങളും എന്ത് തീരുമാനം എടുക്കണോ എന്നറിയില്ല, ഇനിയും കാത്തിരിക്കണോ എന്നൊരു എനർജിയിൽ നിങ്ങൾ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവാം. ഡോട്ടർ ഓഫ് വാൻസ് വന്നിട്ടുള്ളത് റിവേഴ്സാണ്. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുഴുവൻ എനർജിയും ഈ വ്യക്തിക്ക് വേണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. കാർഡുകൾ തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അന്ധമായിട്ട് കാത്തിരിക്കരുത്. കാരണം സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്വയം മൂല്യം തിരിച്ചറിയാനാണ് പറയുന്നത്. അവർ വരുമെന്ന് കരുതി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് കാർഡുകളെ. റിയാലിറ്റി മനസ്സിലാക്കുക, യാഥാർത്ഥ്യത്തിനെ അംഗീകരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ബന്ധത്തിലെ സങ്കീർണതകൾ, അത് ഒരു എക്സ്ട്രാ മാരിറ്റലാണെങ്കിലും ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും അത് പെട്ടെന്ന് മാറുന്നതല്ല. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് നിർത്തുക എന്നൊരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. പരിഹാരങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയെ സ്നേഹിക്കാം, പക്ഷേ ആ സ്നേഹം നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. മാനസികമായിട്ട് കുറച്ച് അകലം പാലിക്കുന്നത് നിങ്ങളുടെ സമാധാനത്തിന് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. സെൽഫ് ഫോക്കസ് ആണ് മെയിനായിട്ട് പറയുന്നത്. നിങ്ങളുടെ കരിയറിലോ ഹോബികളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പറയുന്നത്. സൺ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പാഴാക്കരുത് എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബന്ധം തരുന്നൊരു മാനസിക വിഷമം മാറാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ പാട്ടോ ഡാൻസോ അങ്ങനെ എന്താണോ, ചിത്രരചന അല്ലെങ്കിൽ എഴുത്ത്, അങ്ങനെ എന്തോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ള ആ ഒരു ഇതിലോട്ട് നിങ്ങൾ കൂടുതൽ ഏർപ്പെടാനാണ് പറയുന്നത്. എനർജിയെ ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അവരിപ്പോൾ ഒരു
മാനസികമായിട്ടുള്ളൊരു ഇതോ അല്ലെങ്കിൽ സാഹചര്യപരമായിട്ടുള്ളൊരു തടവറയിലാണ് എന്ന് പറയാം. അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതം കളയാതെ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ, ആ സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് ആണത് പറയുന്നത്. സമയം വരുമ്പോൾ അതിൻ്റെ സത്യങ്ങൾ പുറത്തു വന്നോളും, അല്ലെങ്കിൽ ശരിയായ ഒരു വഴി തെളിഞ്ഞോളും. അതിനുവേണ്ടി നമ്മളിപ്പോഴേ ഇനി ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഈ കാർഡുകളിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സോളിൻ്റെ കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ആത്മാക്കൾ തമ്മിലുള്ള ഒരു സംഘർഷം. ഈ ബന്ധം വെറൊരു പ്രണയമല്ല, അവരുടെ ഒരു മാനസികാവസ്ഥ. എന്തുകൊണ്ടാണ് അവർ അകന്നു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരൊരു എംപറർ മൈൻഡ് സെറ്റിലായിരിക്കാം. അതായത് തൻ്റെ കുടുംബത്തിലോ സമൂഹത്തിലോ ഉള്ള ഒരു സ്ഥാനം തകരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമുണ്ടാവും, പക്ഷെ അത് പുറത്തു പറഞ്ഞാൽ അവരുടെ കൺട്രോൾ പോകും എന്നവർ ഭയപ്പെടുന്നുണ്ടാകാം. കുറേ കാര്യങ്ങൾ അവർ മറച്ചു വെക്കുന്നുണ്ടാകാം കേട്ടോ. ഇത് നിങ്ങൾക്ക് എങ്ങനെ റെസണേറ്റ് ആവുന്ന അതേപോലെ എടുക്കാം കേട്ടോ. ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് പറയുമ്പോൾ 4 ഓഫ് സോർട്സ് റിവേഴ്സ് ആണ്. അവർക്ക് സമാധാനപരമായിട്ട് ഒരു ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് നല്ല രീതിയിൽ വേട്ടയാടുന്നുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ വേണ്ടി അവരുടെ ഈഗോ തയ്യാറാവുന്നില്ല എന്നൊരവസ്ഥയായിരിക്കാം. കാരണം സ്റ്റാർ റിവേഴ്സ് വന്നിട്ടുള്ള ഈ ഒരു ബന്ധം ഒരു ഘട്ടത്തിൽ അവർക്ക് വലിയൊരു പ്രതീക്ഷ നൽകിയിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെയാണ് തോന്നുന്നത്. ഇതൊന്നും നടക്കില്ല, അങ്ങനത്തെ ഒരു ചിന്ത അവരുടെ മനസ്സിനെ ഒരുപാട് ഭരിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇതിപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സാഹചര്യവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മൂൺ കാർഡും 10 ഓഫ് കപ്പൊക്കെ റിവേഴ്സാണ്. അത് പറയുന്നതെന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ അസ്വസ്ഥതയാണ്. കാരണം അവരവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പങ്കാളിയായിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി വലിയ സന്തോഷത്തിലൊന്നല്ല. ഈ 10 ഓഫ് കപ്പ് റിവേഴ്സ് കാണിക്കുന്നത് ഒരു സമാധാനമില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ലോകത്തിന് മുന്നിൽ അവരെന്താ പറയുക, സുഖമായി ജീവിക്കുന്നു എന്ന് കാണിക്കാൻ ചിലപ്പോൾ അവർ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥ കാര്യങ്ങളുണ്ടാകാം. രഹസ്യങ്ങൾ മൂൺ കാർഡ് പറയുന്നത് അവർ നിങ്ങളോട് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഒരുപക്ഷെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളോ അല്ലെങ്കിൽ വീട്ടിലെ ഒരു വലിയൊരു പ്രശ്നമോ അവർ നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളോ എന്തൊക്കെയോ അവർ മറച്ചു വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ടവർ കാർഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ ടവർ കാർഡ് ഈ റിലേഷൻഷിപ്പിൽ ഒരു വഴിത്തിരിവാണെന്ന് പറയാം ടവർ. കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധം നിലനിൽക്കുന്ന ഈ ഒരു അടിത്തറ തന്നെ മൊത്തത്തിൽ ഇളകി പോവാൻ തുടങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇളകി പോയിട്ടുണ്ടാകാം. ഇതൊരു പക്ഷെ മോശമായിട്ടുള്ളൊരൊന്നല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ഒരു മിഥ്യാധാരണകൾ എന്താണോ അത് തകർന്നടിഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അവിടെ ഒരു ക്ലാരിറ്റി വരും. കാരണം നിങ്ങൾ തമ്മിൽ വലിയൊരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ സത്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉടനെ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറേ പേർക്കൊക്കെ ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുണ്ടാകാം. അതിൽ കൂടെ ആയിരിക്കും നിങ്ങൾ ആ യാത്ര തുടങ്ങുന്നത്. ഓക്കെ, കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അതിനുശേഷം മാത്രമാണ് ഈ ഒരു ബന്ധത്തിലൊരു വ്യക്തത വരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ചോദ്യം പോലെ തന്നെ എന്തിനാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഒരു കാർമിക് ലെസൺ ആണത്. കാരണം ഹാങ്ഡ്മാനും ഡോക്ടർ റൊമാൻസൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളിപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ജീവിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബലി കഴിച്ചു എന്ന് അറിയില്ലേ നമ്മുടെ ഇഷ്ടങ്ങളെ, അതേപോലെ ആയിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നത് നിങ്ങളെ കാത്തിരിക്കാൻ പഠിപ്പിക്കാനല്ല, ഓക്കെ, മറിച്ച് എപ്പോഴാണ് വിട്ടുകൊടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ്. അത്തരൊരു കാര്യത്തിനായിരിക്കാം. കാരണം ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ എനർജി ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം നിങ്ങളെ തന്നെ സ്നേഹിക്കാതെ നിങ്ങൾ മറ്റൊരാളെ സ്നേഹിച്ചാൽ അതൊരു ദുരന്തമാവുന്ന പ്രപഞ്ചം തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ കാർഡുകൾ പറയുന്നത് ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം അവരുടെ പിന്നാലെ പോകുന്നുവോ അത്രത്തോളം അവരകന്നു പോവുള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്, ഒന്നും ചെയ്യാതെ മാറി നിൽക്കാനാണ് പറയുന്നത്. വരാനിരിക്കുന്ന മാറ്റങ്ങളെ നിങ്ങളിലേക്ക് എന്ത് വന്നാലും അതിനെ ഭയപ്പെടാതെ തന്നെ നേരിടാം. തകരേണ്ടവ തകരട്ടെ, ആ ഒരു മൈൻഡ് സെറ്റിൽ പോവാം. ഓക്കെ, അത് തകർന്നാൽ മാത്രം അവിടെ പുതിയതൊന്ന് നല്ല ബലമുള്ളത് പണിയാൻ സാധിക്കൂ എന്ന് പറയുന്ന പോലെ തന്നെ. പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ ആ സന്തോഷം, നിങ്ങളുടെ മെയിനായിട്ടുള്ള സന്തോഷം മറ്റൊരാളുടെ കൈ കൊടുക്കരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഒരു മെസ്സേജിലോ കോളിലോ മാത്രം ഒതുക്കി നിർത്തരുത്. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ,
ഇത് എന്ത് തരം ബന്ധമാണെന്ന് ചോദിച്ചാൽ ടിൻ ഫ്ലെയിം പോലെയൊക്കെ തോന്നും. അതേപോലെയുള്ളൊരു കാർമിക് ബന്ധമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തും, പക്ഷെ നിങ്ങളെ ആത്മീയമായിട്ട് വളർത്തും. ചില ബന്ധങ്ങൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ എൻ്റെ ടിൻ ഫ്ലെയിമാണ് എൻ്റെ കാർമിക്കാണെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി എടുത്താൽ അറിയുള്ളൂ. ഈ കാർഡുകളെ വെച്ചിട്ടാണ് നമ്മൾ ഈ ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ കാർമിക്ക് കൂടുതലും കാർമിക് ആവാനാണ് സാധ്യത എന്ന് തന്നെ പറയാം. ഇതിനൊരു പരിഹാരം നിങ്ങളുടെ അമത്തിസ്റ്റിൻ്റെ കല്ലോ അല്ലെങ്കിൽ ഒരു കറുത്ത വളയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും എന്ന് പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദീപം തെളിയിച്ച് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ബന്ധത്തിലും ഈ ജീവിതത്തിലൊക്കെ എന്തൊരു വ്യത്യാസം വരും എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 90 ദിവസം നിങ്ങൾക്ക് അവർക്കൊരു പരീക്ഷണഘട്ടമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് 90 ദിവസത്തിൻ്റെ അടുത്ത് ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞവർ കാണുന്നുണ്ടാകാം, ചിലപ്പോൾ റീസെൻ്റ്ലി ബ്രേക്കപ്പ് ആയവർ കാണുന്നുണ്ടാകാം. നോക്കുക, വർക്കാവുന്നുണ്ടോ നോക്കുക. ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞ് റെസണേറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഇനി പറയുന്നത് ആവുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് സൊല്യൂഷൻ തേടി മുന്നോട്ട് പോവുക. ഓക്കെ, ഒരു മാസം കഴിയുമ്പോഴേക്കും ഒരു 30 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിൽ വലിയൊരു ഇളക്കം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സംഭവിക്കാത്തവർക്കാണെങ്കിൽ കുറേ സത്യങ്ങൾ, നിങ്ങൾ ഇതുവരെ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ അവരുടെ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ മറച്ചു വെച്ച മറ്റു ബന്ധങ്ങളെക്കുറിച്ചോ നിങ്ങളറിയാം. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഷോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. നിശബ്ദത വെടിഞ്ഞിട്ട് ഒരു ഓപ്പണായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ചെറിയ പിണക്കങ്ങളോ അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു തകർച്ച അത്യാവശ്യമാണ്. കാരണം അനാവശ്യമായ പ്രതീക്ഷകളുടെ മുകളിലാണ് ഈ ഒരു ബന്ധം നിലനിൽക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ കൊണ്ട് പോയി കഴിഞ്ഞാൽ സംഭവം റെഡിയാവും, ലെവലാവും എന്ന് പറയുന്ന പോലെ. സെക്കൻഡ് മന്ത് എന്ന് പറഞ്ഞാൽ 2ാമത്തെ മാസം ചിലപ്പോൾ നിങ്ങൾക്കൊരു ആശയക്കുഴപ്പങ്ങളായിരിക്കാം, നിശബ്ദതയായിരിക്കാം. മൂൺ കാർഡ് ഹാങ്ഡ് മാനൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്കൊരു തണുത്തൊരവസ്ഥ വരും. കാരണം ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. അവർ നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വം അകന്നു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചേക്കാം. ആ ഹാങ്ഡ് മാൻ സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ ഒരടി പോലും മുന്നോട്ട് നീങ്ങാത്തൊരവസ്ഥ കാര്യങ്ങളെയാണ് പറയുന്നത് കേട്ടോ. മാനസിക സംഘർഷം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ഒട്ടുമിക്കതും അവർക്ക് നിങ്ങളെ വേണം, പക്ഷെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്നൊരു കുറ്റബോധം അവരെ വേട്ടയാടുന്നുണ്ടാവാം. നിങ്ങൾ ഈ സമയത്ത് ഇത് ഉപേക്ഷിക്കണോ അതോ തുടരണോ അങ്ങനത്തെ ഒരു ചിന്തയിലായിരിക്കാം നിങ്ങളും. ഒരു 3ാമത്തെ മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു എന്താ പറയുക ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ടാവും. കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നു തുടങ്ങും. കാരണം നിങ്ങൾ സ്വയം ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ പ്രാപ്തനാകും അല്ലെങ്കിൽ പ്രാപ്തിയാകും എന്ന് പറയില്ലേ. ടോട്ടൽ റൊമാൻസ് വന്നിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മൊത്തത്തിൽ മാറിയിട്ട് നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിന് മുൻഗണന കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങും. നിങ്ങൾ ചിലപ്പോൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴോ അവർ വീണ്ടും നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതങ്ങനെ സമീപിക്കുമ്പോൾ അത് നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം കേട്ടോ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് പഴയ പോലെയുള്ളൊരു ഇതായിരിക്കില്ല, ഓൺ ആൻഡ് ഓഫ് പോലെയല്ല. കാരണം അല്പം കൂടി ഗൗരവകരമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലോട്ട് നീങ്ങാൻ തുടങ്ങും. അല്ലെങ്കിൽ അതേപോലെ അത്തരം ഒരു ആഴം കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പൊള്ളയായിട്ടുള്ള അത് പൊളിച്ച് കളഞ്ഞ് കറക്റ്റായിട്ടുള്ളതിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരവസ്ഥ. ഈ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ റെമഡീസ് പോലെ പറയാൻ നിശബ്ദത പാലിക്കുക. മാക്സിമം കുറച്ചാഴ്ചകൾ അവരുടെ പിന്നാലെ നടന്ന് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം നിശബ്ദനാകുന്നോ അത്രത്തോളം അവർക്ക് നിങ്ങളുടെ ഒരു വില മനസ്സിലാവും എന്നാണ് പറയുന്നത്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം, അവർക്കും ട്രൈ ചെയ്യാം. ഓക്കെ, കാരണം ഈ ഒരു ബന്ധം നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി കളയുന്നുണ്ടെന്നാണ് പറയുന്നത്. ദിവസം വൈകുന്നേരം ഉപ്പുവെള്ളത്തിൽ കാല് കഴുകുന്നതൊക്കെ നിങ്ങളുടെ ഈ നെഗറ്റീവ് എനർജി കളയാൻ വേണ്ടി സഹായിക്കും. പിന്നെ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടാൽ അതിൽ തളരാതിരിക്കുക. കാരണം അത് നിങ്ങളുടെ എന്ത് തന്നെയാണെങ്കിലും നല്ലതിനാണ്. ഓക്കെ, അതുകൊണ്ട് പഴയത് തകരുന്നെങ്കിൽ തകരട്ടെ എന്നൊരു രീതിയിൽ തന്നെ മൈൻഡിൽ നിൽക്കുക. ഇതേപോലെ തന്നെ പിന്നെയും നമുക്ക് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ഇത്രയും സങ്കീർണമാകുന്നത്? കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിനെ ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്കും പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എപ്പോഴും ഇതിൽ വഴക്കും അടിയും പിടിയായിരിക്കും, ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. എങ്കിലും ഇത് പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഇതൊരു എന്താ പറയുക ഒരു ഷാഡോ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നമുക്ക് ഈ മൂണും ഹാങ്ഡ് മാനൊക്കെ നോക്കി നമ്മൾ പറയുകയാണെങ്കിൽ പുറം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ കഴിയാത്ത രഹസ്യങ്ങൾ നിറഞ്ഞൊരു ബന്ധം. ചിലപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആകാം, അല്ലെങ്കിൽ ഒരു കാർമിക്കിൻ്റെ എന്തെങ്കിലും സംതിങ് ആകാം. നിങ്ങൾ കാണുന്നതല്ല സത്യം എന്നാണ് പറയുന്നത്. കാരണം അവർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളിൽ
പകുതിയും ചിലപ്പോൾ അവരുടെ ഒരു ഭയമോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമുള്ള കള്ളങ്ങളോ ആയിരിക്കാം പറയുന്നത്. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ തുറന്ന് പറയാൻ മടിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ സ്വഭാവങ്ങൾ കൊണ്ടായിരിക്കാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം കേട്ടോ അത്. കാരണം നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ബന്ധത്തിൽ തൂങ്ങി നിൽക്കുകയാണ്. കാരണം രണ്ടുപേർക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് പിന്തിരിയാൻ മനസ്സുമില്ല എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയാണ് നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്നത് എന്നാണ് പറയുന്നത്. അവരുടെ ഒരു യഥാർത്ഥ മുഖം എന്ന് പറയുമ്പോൾ എംപറർ കാർഡ് വളരെ ശക്തമായിട്ടുള്ളൊരു കാർഡാണ്. അവർക്കൊരു ഇമേജ് ഉണ്ട്, അത് തകരാൻ അവരൊരിക്കലും അനുവദിക്കില്ല. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷെ സ്വന്തം സുഖസൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം തൊട്ട് താഴെയുള്ള ടവർ പറയുന്നത് അവരുടെ ഈ ഒരു കടുംപിടുത്തം അധിക നാൾ നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. വിധി അവരൊരു പാഠം പഠിപ്പിക്കാൻ പോകുന്നു, അതുവഴി നിങ്ങളൊരു പാഠം പഠിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ചില തകർച്ചകൾ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കാനോ അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് അകറ്റാനോ കാരണമാകും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനെയൊക്കെ വെച്ചാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിലൊരു തേർഡ് പാർട്ടി സ്വാധീനം. അവർ മറ്റൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ സമാധാനം ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഒരു തേർഡ് പാർട്ടി അവരെ, അത് വീട്ടുകാരാകാം, ഭാര്യയാവാം, ഭർത്താവാവാം, അവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരുപാട് ഭയങ്ങളുണ്ടാകാം. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വരാൻ കഴിയാത്തത് എന്നൊരവസ്ഥ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ്, ദ കോസ്മിക് പർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ, എന്തിനാണ് നിങ്ങൾ ഈ വേദന അനുഭവിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ആത്മാവായിരിക്കാം. പക്ഷെ ഈ ഒരു ബന്ധം വന്നതോടെ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നിട്ടുണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബന്ധം വന്നത് നിങ്ങളുടെ ഒരു സ്വയം മൂല്യത്തിനെ പരീക്ഷിക്കാനാണ്. മറ്റൊരാൾ നൽകുന്ന ആ സ്നേഹത്തിന് വേണ്ടി എത്രത്തോളം നിങ്ങൾ തരം താഴുമെന്ന് പ്രപഞ്ചം നിങ്ങളെ നോക്കി കണ്ടിട്ടുണ്ടാകാം. നിങ്ങളെപ്പോൾ എനിക്കിത് വേണ്ട, ഞാൻ ഇതിലും നല്ലത് അറിയിക്കുന്നു എന്ന് പറയുന്നു, ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, ആഴത്തിലുള്ള അതിന് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ കോഡ് കട്ടിങ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മാനസികമായിട്ട് വേട്ടയാടുന്നുണ്ടെങ്കിൽ ഒരു വെളുത്ത മെഴുകുതിരി കത്തിച്ച് വെച്ച് അവരുമായിട്ടുള്ള നെഗറ്റീവ് ഊർജ്ജബന്ധത്തിനെ മുറിച്ച് കളയുന്നു എന്ന രീതിയിൽ നിങ്ങളെ സങ്കല്പിക്കുക. ഇതവരെ മറയ്ക്കാനല്ല, മറിച്ച് ഈ ബന്ധത്തിലെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പിന്നെ ഷാഡോ വർക്ക് നല്ലതാണ്. നിങ്ങളുടെ ഉള്ളിലെ ഭയത്തിനെ നേരിടാം. അവരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുമോ എന്നൊരു ഭയമാണ് നിങ്ങൾ അവിടെ തന്നെ തളച്ചിരുന്നത്. ആ ഭയത്തിനെ മാറ്റിയാൽ നിങ്ങൾ ജയിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ സൺ എനർജി എന്ന് പറയുമ്പോൾ റീഡിങ്ങിൽ സൺ കാർഡ് കാണിക്കുന്നുണ്ട്. അത് പറയുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഭാവി, ഫ്യൂച്ചർ ഇരുളടഞ്ഞതല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ആ സൂര്യപ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിലെ സങ്കീർണതകളുണ്ടല്ലോ, ഈ കറുത്ത മയങ്ങളെ മാറ്റണം എന്ന് പറയുന്ന പോലെയാണ്. വരാനിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു, അടുത്ത കുറച്ച് ആഴ്ചകളിൽ അവർ ചിലപ്പോൾ നിങ്ങളെ ബന്ധപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് അവരുടെ ചിലപ്പോൾ വളരെ വൈകാരികമായിട്ടുള്ളൊരു സംസാരമായിരിക്കാം. അവരെ കരയുകയോ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ പറയുകയോ ഒക്കെ ചെയ്തേക്കാം. കാരണം അവരുടെ വാക്കുകളെയല്ല, നിങ്ങളെ പ്രവൃത്തികളെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തിനാണ് ഈ ബന്ധം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു തീർത്തും കൂടുതലും കാർമിക് സൈക്കിളായിരിക്കും കേട്ടോ. വെറും ഒരു പ്രണയബന്ധം ഒരു കാർമിക് സൈക്കിളാണ്, ടിൻ ഫ്ലെയിം പോലെയൊക്കെ തോന്നുന്ന. കാരണം കഴിഞ്ഞ ജന്മങ്ങളിലെ ചില കടങ്ങൾ തീർക്കാനാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ തമ്മിലുള്ളൊരു ആകർഷണം, നിങ്ങൾക്ക് അവർ പിരിയാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വരുന്നത് അത്രമേൽ തീവ്രമാകാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. ഓക്കെ, കടങ്ങൾ തീർക്കാനാണ് അത് വന്നിട്ടുള്ളത്. അതാണത് മാറിപ്പോവാത്തത്. ഈ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്നത് അവരോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഒരു ശക്തി എന്താണ് നിങ്ങളെ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തനിച്ചാണെങ്കിലും അത് ശക്തിയാണ് അല്ലെങ്കിൽ ശക്തനാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഈ മുകളിലെ നമ്മളീ പറഞ്ഞ പോലെ തന്നെ സോഴ്സും സ്റ്റാറൊക്കെ റിവേഴ്സ് വന്നിട്ടുള്ളത് മാനസികമായിട്ടുള്ളൊരു തളർച്ച. അവർ നിങ്ങളോട് സംസാരിക്കാതെ നിങ്ങളെ മറന്നുകൊണ്ടല്ല, അവർ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ തന്നെ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയായിരിക്കാം. കാരണം അവർക്ക് ഇപ്പോൾ അവരുടെ സ്വന്തം ജീവിതത്തിൽ ഒരു വെളിച്ചവും കാണാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയായിരിക്കാം. ഓക്കെ, ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്. പക്ഷെ വന്ന നിലവിലുള്ള അവരുടെ ഒരു കുടുംബം അല്ലെങ്കിൽ അവരുടെ ഒരു എംപറർ കാർഡ്, ആ സാമൂഹികമായിട്ടുള്ള ഒരു പദവി തകരുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ടാവാം.
അതുകൊണ്ട് അവർ തന്നെ സുരക്ഷിതമായിട്ടൊരു കവചം ഉണ്ടാക്കി അതിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെയാണ്. തേർഡ് പാർട്ടി സാഹചര്യത്തിൻ്റെ ആഴം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് തേർഡ് പാർട്ടി ചിലപ്പോൾ ഭാര്യ, ഭർത്താവോ, കുടുംബം ആരും ആവാം. അത്ര സന്തോഷത്തിലൊന്നല്ല, വെറും ഒരു അഭിനയം മാത്രമായിരിക്കും, ഒരു പ്രഹസനം മാത്രമായിരിക്കും അവിടെ നടക്കുന്നത്. സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അവര് അവിടെ തളയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളായിരിക്കാം, കുടുംബമായിട്ടായിരിക്കാം, അച്ഛനോ അമ്മയോ അങ്ങനെ എന്തോ ആവാട്ടോ. അവര് നിങ്ങളൊരു എന്താ പറയുക, ഒരു എസ്കേപ്പായിട്ടാണ് കാണുന്നത്. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട്, ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവാം. മനസ്സിലായോ? എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അതായിരിക്കും ഒരു പർപ്പസായിട്ട് ഇതിൽ വരുന്നത് കാർമിക് സൈക്കിളിൽ. കാരണം നിങ്ങളിപ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. കാരണം അവരുടെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ഒരവസ്ഥ, അത് നിങ്ങളുടെ ഒരു ഭാഗ്യത്തിനെ തടയുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇത് ഈ ഡോട്ടർ ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നത്. ഈ കാർഡ് തലരിഞ്ഞ് കാണിക്കുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും സന്തോഷവും ഈ ബന്ധം കാരണം നശിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങൾ പഴയ പോലെ ചിരിക്കാറൊന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പഴയ പോലെ കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ പോലും നിങ്ങൾ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. മിററിങ് നല്ലതാണ്. അവരെ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ അവരെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത്. അവരെത്രത്തോളം അകലുന്നുവോ അത്രത്തോളം നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. ഇത് ടിൻ ഫ്ലെയിം ആണോ കാർമിക് ആണോ, ഇതെല്ലാം വരും. പിന്നെ അവരെപ്പോൾ വേണമെങ്കിലും വരാമെന്നും പോകാമെന്നും കരുതുന്ന നിങ്ങളുടെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിനെ മാറ്റുക. കാരണം നിങ്ങളുടെ ഒരു സമയം വിലപ്പെട്ടതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഓക്കെ, പരസ്പരം നിങ്ങൾ നിങ്ങളുടെ വിലയെ മനസ്സിലാക്കാനും കൂടിയായിരിക്കും ഈ ഒരു ബന്ധം സംജാതമാവുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഉടനുണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്ത് സത്യങ്ങൾ അറിഞ്ഞാലും അതിനെ ഭയപ്പെടാതെ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ഒരുപാട് വേദന ഉണ്ടാക്കാം. ആ വേദന ഉണ്ടാക്കുമെങ്കിൽ ആ വേദനയ്ക്ക് ശേഷം മാത്രമാണ് നിങ്ങൾക്കൊരു സമാധാനം, ഇതിലൊരു ഫ്യൂച്ചർ കാര്യങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. വാട്ടർ തെറാപ്പി ഉണ്ട്. മറ്റേ ഈ പറഞ്ഞ പോലെ രാത്രി ഉറങ്ങുന്നതിനേക്ക് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ പിടിച്ച് ഈ ബന്ധത്തിലെ എല്ലാ നെഗറ്റിവിറ്റിയും മാറട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച് അത് കുടിക്കുക. ഓക്കെ, മാറട്ടെ എന്നല്ല, മാറുന്നു എന്ന് വിശ്വസിച്ചിട്ട്. സോറി. ഓക്കെ, അതേപോലെ തന്നെ മഞ്ഞ, ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങളോ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ സറണ്ടർ ചെയ്യുക. എനിക്ക് ഏറ്റവും നല്ലത് ഏതാണോ അത് പ്രപഞ്ചം നൽകട്ടെ എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കടുംപിടുത്തങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതങ്ങ് ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സംഭവിച്ച ഒരു ഏകാന്തത അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു ശൂന്യത, അതിനെ നികത്താൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ആക്ച്വലി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ നല്ല രീതിയിൽ തിങ്ക് ചെയ്യുക, ഈ വ്യക്തി എപ്പോഴാണ് എന്നിലേക്ക് വന്നത്, അതിനുശേഷം എന്നിൽ എന്താണ് മാറ്റങ്ങൾ വന്നതെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ബന്ധം എന്തിനാണ് വന്നത് എന്നുള്ള ഒരുപാട് ക്ലാരിറ്റി കിട്ടും. അത്തരം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ടിൻ ഫ്ലെയിം ആണോ കാർമിക് ആണോ എന്ന് നോക്കാം. കാർമിക് ആണെന്ന് ഞാൻ 100% ഉറപ്പിച്ചു പറഞ്ഞത്. കാരണം ജനറൽ റീഡിങ്ങിൽ നോക്കുമ്പോൾ ഇത് കാർമിക് ആണ്. കാരണം എനിക്കത് അങ്ങനെ പറയാം. 80% ഇത് കാർമിക്, ഒരു 20% ടിൻ ഫ്ലെയിമേ ഉള്ളൂ. നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം ഇതിലൊരു മിറർ എഫക്റ്റ് ആണ്. കാരണം അവർ നിങ്ങളുടെ ഉള്ളിലെ മുറിവുകളെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. അതാണ് അതിൽ നടക്കുന്ന വർക്ക്. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെയാണ്. അവർ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമല്ല, പകരം അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്നൊരു വാശിയായിരിക്കും തോന്നണേ. കാരണം അത് പ്രണയമല്ല, ഇതൊരു എന്താ പറയുക, ട്രോമ ബോണ്ടാണെന്ന് പറയുക. ഈ ബോണ്ട് മുറിക്കുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം വേദനയിലാണ് നിങ്ങൾ ആ സ്നേഹം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്നത് എന്ന് പറയാം. ഈ എംപറർ കാർഡ് മുകളിൽ വന്നുകൊണ്ട് അവരുടെ അധികാരത്തിന് മാത്രമല്ല, അവരുടെ ഒരു ഭീരത്വത്തിനെയും അവർ കാണിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ പേടിയാണ്, പക്ഷെ നിങ്ങളെ പരസ്യമായിട്ട് സ്വീകരിക്കാൻ ധൈര്യമില്ല എന്ന് പറയില്ലേ. അതേപോലെ തന്നെ അവരൊരു മാനസികമായിട്ടുള്ള തടവറയാണ് എന്ന് പറഞ്ഞു. അവർക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. ആരും അവരെ നിയന്ത്രിക്കുന്നുണ്ടാകാം. ഒരു പക്ഷെ അവരുടെ അമ്മയോ പങ്കാളിയോ അല്ലെങ്കിൽ ചിലപ്പോൾ സമൂഹമായിരിക്കാം. അവരൊരു പാവയെ പോലെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സെക്ഷൽ ഇമോഷണൽ എനർജി കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു 2 ഓഫ് കപ്പും ടവർ തമ്മിലുള്ള ഒരു ബന്ധം നോക്കുകയാണെങ്കിൽ,
നിങ്ങൾ തമ്മിലുള്ള ശാരീരികമായിട്ടുള്ളൊരു ആകർഷണം അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി കാര്യങ്ങളൊക്കെ ഭയങ്കര ശക്തമായിരിക്കാം. അതൊരു സാധാരണ നിലയിൽ മറക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. പക്ഷേ ഈ ഒരു ഊർജം ഇപ്പോൾ ടോക്സിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ഈ റിലേഷൻഷിപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ടോക്സിക് ആയിരിക്കാം. കാരണം സ്നേഹത്തിനേക്കാൾ കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ഉത്കണ്ഠയും സങ്കടമൊക്കെയാണുള്ളത്. ടവർ പറയുന്നത് ഈ ഒരു ഊർജം പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ വലിയൊരു വഴക്കുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം അടുത്തൊരു ഘട്ടത്തിലോട്ട് മാറും. ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു അവസ്ഥ എന്നേക്കായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഇതേപോലെ പൊട്ടി തകരണം. പിന്നെ അതേപോലെ തന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ ഭാര്യയാവാം, ഭർത്താവാം, വീട്ടുകാരാകാം, അച്ഛനാവാം, അമ്മയാവാം, അനീത്തിയാവാം, ആരും അങ്ങനെ എന്തോ ആവാം. അവര് ഒന്ന് തുറന്നു പറയുന്നില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ നിരീക്ഷിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ പിടിക്കപ്പെടുമോ എന്നൊരു ഭയം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനൊരു പരിഹാരം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം അവരായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ, അവരെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, കാരണം നിങ്ങളുടെ ഒരു വൈബ്രേഷൻ അവർക്കില്ലാതെ ആവുമ്പോൾ ഈ എംബറർ കാർഡിലുള്ള അവരുടെ ഒരു ഈഗോ തകരും എന്നാണ് പറയുന്നത്. അത് തകർന്നിട്ട് അവർ നിങ്ങളെ അന്വേഷിച്ചു വരും എന്നാണ് പറയുന്നത്. ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ, ഇത് ലവിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഒരു കുറ്റബോധം ഉണ്ടല്ലോ, ആ ഒരു അതായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിനെ കൂടുതൽ വഷളാക്കുന്നത്. ഞാൻ തെറ്റാണ് ചെയ്യുന്നത് എന്നൊരു ചിന്ത ചിലപ്പോൾ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജത്തിനെ തടയുന്നുണ്ടാകും. ഒന്നുകിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം. ഇതിൽ ഇടയ്ക്ക് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കും എന്ന് പറയുന്നുണ്ട്. ഇനിയും കാത്തിരിക്കണമെന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. അതിന് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക, പക്ഷേ അവിടെ സ്തംഭിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴാണോ നിർത്തുന്നത് അപ്പോൾ അവർ നിങ്ങളെ തേടി വരും എന്നാണ് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു നിയമം. കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇതിൽ ഈ പറയുന്ന പോലെ തന്നെ വല്ല ബ്ലാക്ക് മാജിക്കോ നെഗറ്റീവ് എനർജിയോ കണ്ടദോഷങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു മറ്റൊരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ തമ്മിൽ അകറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാകാം. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ വലിയ സ്നേഹമായിരിക്കാം, പക്ഷെ പിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രശ്നങ്ങളും സംശയങ്ങളും ഉണ്ടാവും. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു ഇതല്ല. കാരണം നിങ്ങളുടെ ബന്ധത്തിന് ചുറ്റുള്ള ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അതുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അവർ നിങ്ങളോട് കാണിക്കുന്ന വലിയ തൻ്റെടാണെങ്കിലും ഉള്ളിൽ അവർ അങ്ങേയറ്റം ഭയത്തോടു കൂടിയായിരിക്കും കാര്യങ്ങളെ കാണുന്നത്. കാരണം അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ കഴിയില്ല. കാരണം നിങ്ങളിൽ നിന്നാണ് അവർ ആത്മീയവും വൈകാരികവുമായിട്ടുള്ള ഒരു ഊർജം അവർക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ അവർ നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് നിങ്ങളുടെ സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് അത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ തൻ്റെ പദവി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ തന്നെ അവർ ഉപേക്ഷിക്കുമോ എന്നൊരു ഭയം കൂടി അവരിൽ നിൽക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു അഡിക്ഷൻ ആയിരിക്കും. അതേപോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല, പക്ഷെ നിങ്ങളെ ലോകത്തിന് മുന്നിൽ കാണിക്കാനോ അവർക്ക് കഴിയില്ല എന്നൊരവസ്ഥയിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. പിന്നെ എന്തിനാണ് ഈ ഒരു ബന്ധം ഇത്രയധികം വേദന നൽകുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളെപ്പോഴും കൊടുക്കുന്നവരായിരിക്കാം, അവരെപ്പോഴും വാങ്ങുന്നവരായിരിക്കാം. കാരണം ഈ ഒരു ബന്ധം വന്നത് നിങ്ങളെ ബാലൻസ് പഠിപ്പിക്കാനാണ്. നിങ്ങളൊരു പരിധിയിൽ കൂടുതൽ സ്നേഹവും സമയവും മറ്റൊരാൾക്ക് നൽകുമ്പോൾ അവർ നിങ്ങളെ വില കുറച്ച് കാണുള്ളൂ. നിങ്ങൾ എന്നാണോ ഇല്ല എനിക്കിത് മതിയായി എന്ന് പറഞ്ഞ് സ്വയം പിൻവാങ്ങുന്നത്, അന്ന് ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരും എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു പക്വത നിങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കഷ്ടപ്പാടുകളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ റിലേഷൻഷിപ്പിൽ നടക്കുന്നത്. അതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ വില എന്താണ്, സെൽഫ് ലവ് എന്താണെന്ന്. പിന്നെ ലൈംഗികവും ആത്മീയമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതും സാധാരണ ഒരു എന്താ പറയുക, ഒരു ശാരീരിക ബന്ധമല്ല എന്നാണ് പറയുന്നത്. ഒരു താന്ത്രിക് എനർജി എക്സ്ചേഞ്ച് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. നിങ്ങൾ തമ്മിലുള്ളൊരു അടുപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളത് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ ഒന്നിക്കുമ്പോൾ വലിയൊരു പോസിറ്റീവ് എനർജി തോന്നുമെങ്കിലും അകലുമ്പോൾ നിങ്ങളെ അത് വലിയൊരു ഡിപ്രഷനിലേക്ക് തള്ളിയിടുന്നുണ്ടാവും. കാരണം ഇത് നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഈ ഒരു ഊർജ്ജം ശരിയായ രീതിയിൽ നിങ്ങൾ ചാനൽ ചെയ്തില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ആരോഗ്യത്തിനെയും ബാധിക്കാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഒരു 45 ഡേയ്സിനുള്ളിലൊക്കെ ഈ പറഞ്ഞ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ സൂചനകൾ ആ തേർഡ് പാർട്ടിക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത കാര്യങ്ങളുണ്ട്. ഒരു പൊട്ടിത്തെറി കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പങ്കാളി തൻ്റെ ജീവിതത്തിൽ ഒരു സമ്മർദ്ദം താങ്ങാൻ പറ്റാതെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ ദേഷ്യമല്ല, അത് സാഹചര്യങ്ങളോടുള്ളൊരു ദേഷ്യവും കാര്യങ്ങളോ പൊട്ടിത്തെറിച്ചേക്കാം. ചിലപ്പോൾ ഒരു 90 ഡേയ്സ് കഴിയുമ്പോൾ അവർ താൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പി ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരാനുള്ള ഒരു സാധ്യതയും ഒരു 80% കാണുന്നു എന്നാണ് പറയുന്നത്. പിന്നെ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി ശനിയാഴ്ചകളിൽ ദീപം തെളിയിക്കുന്നതൊക്കെ നല്ലതാണ്. നെഗറ്റീവ് എനർജീനെ വെള്ളിയാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞു, ശനിയാഴ്ച നല്ലതാണ്. കർപ്പൂരം ദിവസവും മുറിയിലും ഈ പറഞ്ഞ നമ്മുടെ റൂമിലും ഇവിടെ എല്ലാ സ്ഥലത്തും കർപ്പൂരം കത്തിക്കുന്നത് നിങ്ങളുടെ ഒരു ഡിപ്രഷനോ ഈ ബന്ധത്തിൽ തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അവർക്കൊരു മെസ്സേജ് പോലും അയക്കാതിരിക്കുക എന്താണ് ഏറ്റവും ബെറ്റർ. കാരണം അവരെ ശല്യപ്പെടുത്താൻ പോകാതിരിക്കുക, അവർക്ക് അവരുടേതായ ടൈം കൊടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ കാർഡുകൾ പറയുന്ന ഈ ഒരു ബന്ധം ഒരിക്കലും നിങ്ങൾ തകർക്കാനല്ല, മറിച്ച് നിങ്ങളൊന്ന് റീസെറ്റ് ചെയ്യാനാണ്. കാരണം പഴയ നിങ്ങൾ മരിക്കണം, പുതിയ കരുത്തുള്ള ഒരാൾ നിങ്ങൾ ജനിക്കണം. അങ്ങനെയാണ് ആ ബന്ധത്തിനൊരു ക്ലാരിറ്റി വരുന്നുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ബോധ്യം വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലെ ഓരോ കാർഡുകളും തമ്മിലുള്ള സങ്കീർണതകളും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കിയിട്ട് തന്നെയാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എടുക്കാം. ഒരു ഫ്രീ വില്ലാണ് എന്ന് തന്നെ പറയാം. ഓക്കെ, നിലവിലെ ഒരു പാതയെ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ യാദൃശ്ചികമായിട്ടും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടുന്ന ഒരു കാര്യത്തിനെ പ്രപഞ്ചം നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. ഇതൊരു കർമ്മബന്ധമായിരിക്കാം കൂടുതലും. ഇപ്പം അത്തരത്തിൽ നോക്കാം, നിങ്ങളുടെ വ്യക്തമായി ഇതറിയാൻ വേണ്ടി നോക്കാം. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ടീൻ ഫ്ലെയിം ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ടീൻ ഫ്ലെയിം എന്താ, കാർമിക് എന്താണെന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബന്ധത്തിന് നിങ്ങൾക്ക് ഒരു അതിതീവ്രമായിട്ടുള്ള ഒരു ആകർഷണം തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തി കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ഹോം ഫീലിംഗ്, സ്വന്തം ആത്മാവിൻ്റെ ഭാഗമാണെന്നൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ടീൻ ഫ്ലെയിം ആയിരിക്കാം കേട്ടോ. മറ്റേത് കാർമിക്കാണ് വരുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ വലിയ ഭയങ്ങളും സ്നേഹത്തെയും ആ വ്യക്തി തന്നെ കാണിക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണ് അവർ അകലുമ്പോൾ നിങ്ങൾക്ക് മരിക്കാൻ അത്ര വേദന തോന്നുന്നത്. ഓക്കെ, പാഠങ്ങൾ പഠിപ്പിക്കാനാണ് മെയിനായിട്ട് ഇത് വരുന്നത്. കാർമിക് ബന്ധങ്ങൾ നിങ്ങളെ പാഠങ്ങൾ പഠിപ്പിച്ച് റിലീസ് ചെയ്യാനുള്ളതാണ്. ടീൻ ഫ്ലെയിം ബന്ധങ്ങൾ ആത്മീയമായിട്ടുള്ള ഒരു യൂണിയന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇത് എങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ടീൻ ഫ്ലെയിം ബന്ധമാണെങ്കിൽ കാലക്രമേണ അതൊരു സമാധാനത്തിലോട്ട് വരും. ആദ്യം ഉണ്ടായിരുന്ന അത്രയും പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ടാവില്ല, ഇപ്പം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവില്ല. അങ്ങനെ പതിയെ കുറഞ്ഞു തുടങ്ങും, അതിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഓക്കെ, ഈ കാർഡുകളിൽ കൂടുതലും കണ്ടിട്ടുള്ളത് തടസ്സങ്ങളും ഈ പറഞ്ഞ പോലെ രഹസ്യങ്ങളും നമുക്ക് വിട്ടുപോരാൻ പറ്റാത്ത വേദനയും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ ജന്മങ്ങളിലെ കടങ്ങൾ കാർമികമായിട്ടുള്ള ഡെപ്റ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താ ഇത്രയും തോന്നുന്നത് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ഹൈ ലെവൽ കാർമിക് കണക്ഷൻ ആയിരിക്കാം. ഒരു ടീൻ ഫ്ലെയിം ബന്ധം പോലെ തോന്നിപ്പിക്കുന്ന ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു കാർമിക് ബന്ധവും ചിലപ്പോൾ ആവാം. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ സ്നേഹിക്കുന്നത് അവരുടെ ഗുണങ്ങൾ കണ്ടിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് ആ വ്യക്തിയായിട്ട് ഒരു പഴയ കരാറിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് കൊണ്ടായിരിക്കാം. ആ പാഠം പഠിച്ചു കഴിയുന്നവരെ ഈ ഒരു ബന്ധം നിങ്ങളെ വിട്ടുപോവില്ല എന്ന് പറയില്ലേ, അതേപോലെ ആയിരിക്കാം. എനിക്ക് അവരെ വേണം, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു കാർമിക് ബന്ധത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാം. സൺ കാർഡൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു അഫർമേഷൻ കാര്യങ്ങൾ പറയാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. 1, 2, ഒരു 3 അഫർമേഷൻസ് പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിലെ അത് എപ്പോഴേത് ചെല്ലേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്താനും ഈ ബന്ധം നിങ്ങളിൽ ഉണ്ടാക്കിയ നെഗറ്റീവ് ഊർജ്ജമില്ലേ എനർജി അതിനെ പോസിറ്റീവായി മാറ്റാനുമാണ് ഈ അഫർമേഷൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 3 തവണ ആവർത്തിച്ച് ചൊല്ലുന്നത് നല്ലതാണ്. ഒന്നാമത്തെ ഇതാണ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് കൃത്യസമയത്ത് എന്നിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അങ്ങനെ പറയാം. രണ്ടാമത്തെ, ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ്. എൻ്റെ സന്തോഷം മറ്റൊരാളുടെ പ്രവൃത്തികളെ ആശ്രയിച്ചല്ല, അത് എൻ്റെ ഉള്ളിലാണ്. അത് നമുക്കൊരു ബോധം കൂടിയാണ് വരുന്നത്. ഓക്കെ, കഴിഞ്ഞ കാലത്തെ മുറിവുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രനാകുന്നു.
പ്രപഞ്ചം എൻ്റെ വഴികാട്ടിയാണ്. ഇങ്ങനെ ഈ 3 അഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, പറയാം, അല്ലെങ്കിൽ 3 തവണ എഴുതാം. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ നോക്കാം. ഞാൻ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ്. ലാഗ് എന്നൊക്കെ കുറേ പേര് പറയുന്നു. ലാഗ് അല്ല, നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദമായിട്ട് പറയുന്നു. ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ വിശദമായിട്ട് പറയുന്ന വേറെ വീഡിയോസ് ഞാൻ ഈ പറഞ്ഞ രീതിയിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നെഗറ്റീവൊക്കെ പറയാറുണ്ട്. കാരണം പോസിറ്റീവ് മാത്രം അതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ കാർഡ് എടുത്ത് വയ്ക്കുന്നത് എനിക്കിപ്പോൾ ഇതിന് നല്ല വ്യൂസ് കിട്ടണമെങ്കിൽ ഈ റിവേഴ്സ് കാർഡൊക്കെ മാറ്റി നല്ല അടിപൊളി സെറ്റ് കാർഡുകൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാവും, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റും. എനിക്കതല്ല ഉദ്ദേശം. നിങ്ങളത് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കട്ടെ, വരുന്നവർ വരട്ടെ, അറിയാനുള്ളവർ അറിയട്ടെ എന്നേ ഉള്ളൂ. ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് വ്യൂസ് വേണമെന്നോ ഒന്നും നമുക്ക് അഭിപ്രായമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രേസ്ലെറ്റ് ഇതൊക്കെ ഉപയോഗിക്കണേ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യം നടക്കുന്നുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഡയറക്റ്റ് ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ വെറുതെ ഒരു ആശ്വാസത്തിന് വേണ്ടിയില്ല. ആശ്വാസം ചിലപ്പോൾ ഇപ്പം കിട്ടുന്നുണ്ടാവും, അതൊരു 6 മാസം ആശ്വാസം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സത്യം മനസ്സിലാവും. ഇത് ആശ്വാസമല്ലായിരുന്നു, വേണ്ട, ഇത് നേരത്തെ നോക്കി അപ്പോഴേ എനിക്ക് എൻ്റെ എനർജി മാറ്റി അടുത്ത പരിപാടിയിലേക്ക് പോകായിരുന്നു. കാരണം നിങ്ങൾ എന്തൊരു കാര്യത്തിൻ്റെ എനർജി മാറ്റുമ്പോൾ ആ സംഭവം നിങ്ങളിലേക്ക് വരും. അതാണ് പ്രധാനം. വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ വരും. ഇതൊക്കെ ഒരു വിശ്വാസം. കാര്യങ്ങൾ അറിയാതെ ടാരറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിഞ്ഞ് പോവുക, അല്ലാതെ അവിടെ കിടന്ന് താളം കുത്തി വട്ടം കറങ്ങി നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. 1000 ടാരറ്റ് കാർഡ് എല്ലാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊക്കെ കേട്ട് അതല്ല ഇതിൻ്റെ പരിപാടി. നമ്മൾ ഗൈഡൻസ് എടുക്കാൻ ആ ഒരു പാത്തിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗൈഡൻസ് എടുക്കാൻ കാര്യങ്ങൾ അറിയാൻ മുന്നോട്ട് പോവാം. ഓക്കെ, അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി തരാനാണ് നമ്മൾ ഈ ചാനൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.